ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പേപ്പറിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ബാഗ് തപ്പി പോയിട്ട് അവസാനം കണ്ണിലുടക്കിയ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. ഗിഫ്റ്റ് അതിപ്പോൾ ചെറുതായാലും വലുതായാലും കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് കൊടുക്കുന്ന മൊമെൻറ്റ് മെമ്മറബിൾ ആയിരിക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ എഫേർട്സ് ഒക്കെ എടുക്കേണ്ടി വരും. ഇതിപ്പോൾ കടയിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ നമ്മൾ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് മിസ്സാവും. പക്ഷേ ഇപ്പോൾ ഇതൊന്നും അധികം ആരും ചിന്തിക്കാറില്ല. എന്തിനു പറയാൻ, ഈ പറയുന്ന ഞാൻ പോലും ഇതുവരെ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടുമില്ല, ആർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുമില്ല. ബൈ ദ ബൈ നമ്മൾ പറഞ്ഞു വന്നത് ഗിഫ്റ്റ് ബാഗ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു പേപ്പർ, കത്രിക, നൂല്, പശ, അത്തരം സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പേപ്പർ എടുക്കണം, അതിനെ സമചതുരത്തിലാക്കണം. അതിനെ വീഡിയോയിൽ കാണുന്ന പോലെ തലങ്ങും വിലങ്ങുമൊക്കെ മടക്കി എടുക്കണം. ഈ ബാഗിൻ്റെ വീതി കൂട്ടണമെങ്കിൽ ആ താഴെ നിന്നൊരു ചെറിയ ത്രികോണമാക്കി മടക്കുന്നത് ഇച്ചിരി വലുതാക്കി മടക്കിയാൽ മതി. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ആ 4 ഭാഗവും അതുപോലെ ഒട്ടിച്ചിട്ട് അതിൽ നൂലൊട്ടിക്കണം. ഞാൻ ഈ സാധനം തപ്പിപ്പോയപ്പോഴത്തേക്ക് കണ്ട വീഡിയോയിൽ ഈ പേപ്പറിൽ ഹോളിടുന്ന സ്റ്റാപ്ലർ കണക്കത്തെ സാധനം വെച്ചിട്ട് ഹോളിട്ടൊക്കെയാണ് ഈ നൂല് കെട്ടുന്നത്. പക്ഷേ എൻ്റെ അതില്ല, അതുകൊണ്ട് ഞാൻ പശ വെച്ച് നൂലൊട്ടിച്ച്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ നൂലും സെറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഹാർട്ടും വരച്ചപ്പോഴത്തേക്കും നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പേപ്പർ ഗിഫ്റ്റ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലാത്തവർക്കും കൊടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.